ഹലോ, അപ്പോഴേ നമ്മുടെ കടയിൽ കടലക്കറി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എല്ലാവരും കുറേ കമൻസുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി ഗ്രീൻ പീസ് കറി എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കാണിക്കുമെന്ന്. അപ്പോൾ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ പീസ് കറി വെക്കാൻ പോണേണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഗ്രീൻ പീസ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഇത് വൈറ്റ് പീസാണല്ലോ. ഗ്രീൻ പീസിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു വൈറ്റ് പീസിനുള്ളത്. വേറെ ഒന്നല്ല കേട്ടോ, 1 കിലോത്തിന് 280 രൂപയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് മുതലിക്കണില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ വൈറ്റ് പീസ് വെച്ചിട്ട് കറി വെക്കുന്നത്. മിക്ക ഹോട്ടലുകളിൽ ഇപ്പോൾ ഈ ഒരു വൈറ്റ് പീസ് വെച്ചിട്ടാണ് അവർ കറി വെക്കുന്നത്. ഞാൻ വൈകുന്നേരം പോയപ്പോൾ തന്നെ ഇത് കഴുകി വൃത്തിയാക്കി കുതിരാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരം വെളുത്ത് വന്നിട്ടാണ് ഇപ്പോൾ ഇത് കറി വെക്കാൻ പോണത്. അപ്പം ഞാനിതൊരു കുക്കറിലേക്കും കൂടി വാരിയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോഴേ ഞാൻ കുറേശ്ശെ കൈ കൊണ്ട് വാരുന്നുണ്ട്. എന്തിനീ പാട് കഴിക്കണത്, അവ കറ്റപ്പാടങ്ങൾ കമത്തിയാൽ പോലെ എന്ന് വിചാരിച്ച് അത് അതിലോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ അത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ ഞാനൊരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് കടയിലേക്ക് വന്നത്. അതിക്ക് മുമ്പ് തന്നെ ചേട്ടൻ വന്നിട്ട് ഇവിടെ പാചകമൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അതിനുശേഷം ഞാൻ വന്നിട്ടാണ് ചേട്ടനെ സഹായിച്ചൊക്കെ കൊടുക്കണത്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളുപ്പിനെ വന്നു. കാരണം ചേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലൊന്നും എനിക്ക് നടക്കൂല. ഒന്നാമത്തെ ചെറിയ അടുക്കളയാണ്, അതിൻ്റെ ഇടയ്ക്ക് ഈ ട്രൈപ്പോഡും എല്ലാം കൂടി ആകുമ്പോൾ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് നേരത്തെ വന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. 2 വിസിൽ വന്നപ്പോഴേക്കും ഞാൻ തീ ഓഫാക്കിയിരുന്നേ ചേട്ടാ. ഈ ഒരു ഗ്രീൻ പീസിന് അധികം വേവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ആക്കിയെടുക്കാം. ഇനി ഉരുളി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ജഗ് കണ്ടിട്ട് ഇനി കമൻറ്റ് ഇടാൻ നിൽക്കല്ലേ കേട്ടാ, എന്താ പ്ലാസ്റ്റിക്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചേക്കണമെന്ന്. വേറെ ഒന്നല്ല, സൺഫ്ലവർ ഓയിൽ മേടിച്ചപ്പോൾ കിട്ടിയതാണ്. അപ്പം ഞാൻ ഓർത്ത് അത് തീർന്നപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ നന്നായിരിക്കുമല്ലോ എന്ന് അങ്ങനെ ഒഴിച്ചതാണേ. ഇനി കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുക്കാണ്ട്. കടുക് ഇട്ട് കഴിഞ്ഞാൽ തീയൊന്ന് കുറച്ച് വെക്കട്ടെ. ഒന്നാമത്തെ ഈ ഒരു സ്റ്റവ് നന്നായിട്ട് കത്തണ സ്റ്റവാണ്, പെട്ടെന്ന് ആന്തിപ്പിടിക്കും. ഇനി ആ കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരവും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളക്ക് വില കൂടിയത് കൊണ്ടിട്ടേ ഇപ്പം സവാളയൊക്കെ കുറേശ്ശെയാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ. ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഒരു 4 സവാളയിലാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ പോണത്. എൻ്റെ കാര്യം ഞാൻ തുറന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം എല്ലാത്തിനും വില കൂടുതൽ, തേങ്ങക്കായാലും സവാളക്കായാലും. അപ്പം അത് ഇതേപോലെ ഒന്ന് വഴണ്ടി വന്നപ്പോഴേക്കും ഞാൻ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വേവിച്ചപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ മസാലയുണ്ട് ചേർക്കണം. ഞങ്ങൾ ഇവിടെ കടയിൽ ഏതൊരു കറിക്കായാലും, അതായത് കടല ഗ്രീൻ പീസൊക്കെ കറിക്ക് മുട്ടക്കറിക്കും ആയാലും ചിക്കൻ മസാല ഉണ്ട് ചേർക്കണത്. മീറ്റ് മസാലയിലേ നല്ലതായിരിക്കും, പക്ഷേ ഗരം മസാല അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കടലക്കറിയുടെ റെസിപ്പിയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ട്, ഒരുപാടല്ല 2-3 വന്നുള്ളൂ കേട്ടോ. എന്താണ് ചേച്ചി ഇതിൽ ചിക്കൻ മസാല ചേർക്കുമോ? പക്ഷേ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിട്ടാ. അപ്പോൾ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ എൻ്റെ ഒന്ന് പോയായിരുന്നു, അതുകൊണ്ടിട്ടാണ്. എന്താ നമുക്ക് വേവിച്ച് വെച്ചേക്കണം ആ ഗ്രീൻ പീസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിത് കറി വെച്ച് തീരാറായപ്പോഴാണ് ചേട്ടൻ പറയാം എന്താ വെളുപ്പിനേക്ക് എത്തിയാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയും, ചേട്ടാ ഞാനൊരു ഗ്രീൻ പീസ് കറി വെക്കാൻ വന്നതാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പം ചേട്ടനോട് ഞാൻ പറയും ഇന്ന് ചേട്ടൻ ഗ്രീൻ പീസ് കറി വെക്കണ്ട, ആ ഒരു പണിയിൽ നിന്ന് ചേട്ടൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ഇത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇങ്ങനെയും കഴിക്കാട്ടെ ഗ്രീൻ പീസ് കറി. പക്ഷേ ഹോട്ടലുകളിൽ ഈ ഒരു ഗ്രീൻ പീസ് കറിയിൽ ടേസ്റ്റ് കൂടാനായിട്ട് വേറൊരു സൂത്രം കൂടി ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് കാണണ്ടേ. നമ്മുടെ കടയിൽ പാചകം ചെയ്യുന്ന ചേട്ടനെ 2-3 കട നടത്തിയ ആളാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു തന്ന സൂത്രം കൊണ്ടിത് ഇതിൽ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മുടെ പാക്കറ്റ് പാലില്ലേ അതൊഴിച്ച് കൊടുത്താൽ മതി. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ പാക്കറ്റ് പാലിനെക്കാട്ടും നല്ല തേങ്ങാപ്പാലല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടനാ പറഞ്ഞ അതിനെക്കാട്ടും ടേസ്റ്റ് ഈ ഒരു ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ ഞങ്ങൾ ഈ ഒരു പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ തക്കാളി ഇട്ട് വഴറ്റിട്ടുണ്ടെങ്കിൽ ഒരു പുളി രസം നമ്മുടെ ഗ്രീൻ പീസിലേക്ക് പിടിച്ചിട്ട് ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അതില്ലാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഗ്രീൻ പീസിൻ്റെ കൂടെ ആ ഒരു തക്കാളിയുടെ പീസ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ കടയിൽ കൂടുതലായിട്ട് ചോദിച്ചു തന്നെ കറിയാണ് കേട്ടോ ഗ്രീൻ പീസ് കറി. കാരണം കടലിനെക്കാട്ടും ഇഷ്ടം എല്ലാവർക്കും ഗ്രീൻ പീസ് കറി കൂട്ടി കഴിക്കാനായിട്ടാണ്. അപ്പോൾ അത് ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതേപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കാതെ കൂട്ടുകാരെ. താങ്ക് യു.